Hello, my dear friends. Welcome back to my new video. I am Siddharth. Today I am discussing about week one web seminar video. Okay, I am discussing topic about GitHub. Okay, അതായത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യാം എൻ്റെ ദിസ് വീഡിയോ അബൌട്ട് ഡിസ്കസിങ് അബൌട്ട് GitHub. Okay, how to account create GitHub to ഗിറ്റ്ഹബിൽ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്ന ആ ഒരു പ്രോസസ്സ് വരെ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അതായത് ഒരു ഗിറ്റ്ഹബിലെ ബിഗിനിങ് വീഡിയോ, അതായത് എൻ്റെ ഗിറ്റ്ഹബ് പ്ലേലിസ്റ്റിലെ ഫസ്റ്റത്തെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ വരാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ട് അല്ലെങ്കിൽ ബിഗിനർ ലെവൽ പാർട്ട്, അതായത് ഒരു വീക്ക് വണ്ണിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് എത്രത്തോളം ഗിറ്റ്ഹബിൽ ഇത് വേണോ അറിഞ്ഞിരിക്കണം, ആ ഒരു വീഡിയോ ആണ് ഈ ഒരു ഗിറ്റ്ഹബിന്റെ പ്ലേലിസ്റ്റിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചതാണ്. ഈ ഒരു പ്ലേലിസ്റ്റിൽ ഇനിയും വീഡിയോസ് വരും, അതായത് ഈ ഗിറ്റ്ഹബിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു പ്ലേലിസ്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു സെമിനാർ വീഡിയോ ആണ്, അതായത് വീക്ക് വണ്ണിന്റെ സെമിനാർ വീഡിയോ കൂടിയാണ്. അതായത് എനിക്ക് ഈ ഒരു വീക്ക് വണ്ണിൽ ഒരു സെമിനാർ വീഡിയോ ഉണ്ടാക്കാനായിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടിയാണ് ഈ ഒരു വീഡിയോ. അത് ഈ ഗിറ്റ്ഹബും, അതായത് സെമിനാർ നമുക്ക് തന്നിട്ടുള്ളത് ഏത് ടെക് റിലേറ്റഡ് ടോപ്പിക് ആയിട്ടാണ്. അപ്പോൾ ഗിറ്റ്ഹബും ടെക് റിലേറ്റഡ് ടോപ്പിക്കും അത് തമ്മിൽ എന്താ ബന്ധം എന്ന് വിചാരിക്കുന്നത് ഉണ്ടെങ്കിൽ, അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും വിചാരിക്കും അത് എന്താ ബന്ധം എന്ന് വെച്ചാൽ, ഗിറ്റ്ഹബ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഒരു പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, അതായത് നമുക്കൊരു വെബ്സൈറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു ക്രോമിൽ ഒക്കെ ബ്രൗസറിലൊക്കെ നിങ്ങളെ ബ്രൗസറിൽ ഓപ്പൺ ആ VS കോഡിനകത്ത് ഓപ്പൺ ടു സെർവർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഓപ്ഷൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ വെബ്സൈറ്റ് വ്യൂ ചെയ്യാൻ പറ്റും. ബട്ട് ആ ഒരു ലിങ്ക് നിങ്ങൾ ആ ഒരു ആ മേലെയുള്ള URL കോപ്പി ചെയ്തിട്ട് വേറെ ഒരാൾക്ക് അയച്ചു കൊടുത്താൽ അവർക്കത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വിധത്തിലേക്ക്, അതായത് URLിലേക്ക് ആദ്യമായി ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക്, അതായത് നിങ്ങൾ അന്നേരം ഓപ്പൺ ബ്രൗസർ വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ലിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവിടെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളെ IP അഡ്രസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു IP അഡ്രസ്സിന്റെ ഇതാണ് വ്യത്യാസം എന്ന് വെച്ചാൽ, ആ ഒരു IP അഡ്രസ്സ് നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിന് ഡിഫൈൻ ആയിട്ട്, അതായത് ആ ഒരു ടൈമിൽ തരുന്ന ഒരു അഡ്രസ് ആണ് അത്. ഓക്കെ, ആ ഒരു ടൈമിൽ തരുന്ന ആ ഒരു അഡ്രസ്സ് വെച്ചിട്ട് വേറൊരാൾക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ കിട്ടില്ല. കാരണം ഓരോ അഡ്രസ്സ് മാറ്റായിരിക്കും, അതുകൊണ്ട് അവർക്ക് കിട്ടില്ല. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിനുള്ള അഡ്രസ്സ് ആയിരിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ പോകുന്ന അഡ്രസ്സ് അത് മാറി മാറി കളിക്കും. ഓക്കെ, അതായത് അത് എനിക്ക് തോന്നുന്ന അതിനെക്കുറിച്ച് ഞാൻ നെറ്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല. അത് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു IP അഡ്രസ്സിനെ കുറിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഗിറ്റ്ഹബിൽ ആദ്യം തന്നെ നമുക്ക് പോകേണ്ട ഞാൻ അധികം കഥ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, വർക്ക് ചെയ്ത് കാണിച്ചു തരണം. ഓക്കെ, അതിന് ആദ്യം നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഗിറ്റ്ഹബിൽ ആദ്യം തുടങ്ങുന്ന ഗിറ്റ്ഹബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കടങ്ങാം. ഗിറ്റപ്പിനെ കുറിച്ച് ഞാൻ ചെറിയൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട്, അതും കൂടി ജസ്റ്റ് ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ഗിറ്റപ്പ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഗിറ്റപ്പും പിന്നെ ഇതുപോലെ വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ, അതായത് കമ്പനിയിൽ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു ടീമായിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യും. അതായത് ഒരാൾ ഏത് സെക്ഷൻ വർക്ക് ചെയ്യും, അതായത് നമ്മളെ ലോഗിൻ സൈഡ് വർക്ക് ചെയ്യും, ചില ആൾ ഫ്രണ്ട് സൈഡ്, അതായത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യും, ചില ആൾ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരും ഉണ്ടാവും ആ ഒരു ഇതിനകത്ത്. ഓക്കെ, ഗിറ്റപ്പിൽ ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ടീമായിട്ട് തന്നെ ഫോർമാറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പരിപാടി, അതായത് എല്ലാവരും ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു മെത്തേഡ്. അത് ഞാനിതുവരെ ഫീൽ ചെയ്തിട്ടില്ല, പക്ഷെ അതിന് വേണ്ടിയാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് എനിക്ക് പറയണമെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രൊജക്ട് ചെയ്യണോ കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആയിട്ട്
ഓക്കെ, ആ ഒരു ടൈമിലായിരിക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വീക്ക് വണ്ണിലേക്ക് ഇതിൻ്റെ മേലെ കൂടുതലായിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ വീക്ക് വണ്ണിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ നോക്കിയിട്ട് ആ ഒരു പ്രോസസ്സ് മാത്രമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സെമിനാർ വീഡിയോ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചാൽ അപ്പോൾ യൂസ്ഫുൾ ആവും. ഓക്കെ, പിന്നെ വീഡിയോസ് ചെയ്യാനും ചെറിയ ഇൻട്രസ്റ്റ് ആയി കൊടുക്കുക. സ്റ്റെപ്പ് 1 അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ സൈഡിൽ ഞാൻ എൻ്റെ ഈ ഇത് ലാപ്ടോപ്പിൽ തന്നെ ഇതാ കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ സൈഡിൽ ജസ്റ്റ് കൊടുത്തെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കാരണം എൻ്റെ ഫോണിലെ ചാർജ് തീർന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ സൈൻ അപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതിൽ നിൽക്കുക. അപ്പോൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇമെയിൽ അഡ്രസ്സ്, അതുപോലുള്ള ചില ഇവിടെ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇതിലേക്ക് പോകാൻ പറയും. ഇവിടെ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് യൂസർ നെയിമാണോ വേണ്ടത് അത് നിങ്ങളുടെ അക്കൗണ്ടിന് വേണ്ട യൂസർ നെയിം ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ യൂസർ നെയിം ആയിട്ടുള്ള ഒരു വാല്യൂഡ്, അതായത് നിങ്ങൾക്കൊരു യുണീക്ക് യൂസർ നെയിം വേണം. ഓക്കെ, അതുകൊണ്ട് എന്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും എഴുതി കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കയറാൻ പറ്റും. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു എൻ്റെ ഫുൾ നെയിമിൽ. അപ്പോൾ ജസ്റ്റ് ഇവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കൊന്നുകൂടി ആ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അത് ടൈപ്പ് ചെയ്താൽ നമുക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ സൈൻ ഇൻ ചെയ്യാം. ഇതിൽ ആ ഒരു പോപ്പപ്പ് മെസ്സേജ് ഉണ്ട്, യുവർ അക്കൗണ്ട് വാസ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. നമ്മളോട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആടെ നിങ്ങളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ എൻ്റെ ഒറിജിനൽ പേജ് എടുക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ആടെ ലോഗിൻ നിങ്ങൾ പാസ്വേഡ് അടിച്ചാൽ നിങ്ങൾ കയറിക്കോളൂ, ഇതുപോലൊരു സൈറ്റ് തന്നെ എത്തും. ഇനി ഇതിൻ്റെ ബാക്കിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി ഇങ്ങനെ ഇതിലേക്ക് ഹോസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാം. ഇതിനകത്ത് നിങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പേര് എന്താണോ ആ വെബ്സൈറ്റിന് കൊടുത്ത ആ ഒരു പേര് ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പബ്ലിക് അല്ല പ്രൈവറ്റ് അല്ല പബ്ലിക് ആക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ഓപ്ഷനും എനേബിൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് പ്രൊസെറ്റർ ജസ്റ്റ് അത് നിൽക്കുക. എന്നിട്ട് ഇവിടെ ആഡ് ഫയൽസ് എന്നൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, എന്നിട്ട് ചൂസ് ഫയൽ. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഇത് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ എവിടെ സേവ് ചെയ്യുന്ന വെച്ചാൽ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിടാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ യൂട്യൂബ് ആണ് എൻ്റെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു 3 ഐക്കൺ ഇത്രക്കും കാര്യങ്ങളാണ് കീഴിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ആ ഒരു വെബ് ഡിസൈനിങ്ങിൻ്റെ ആയിട്ടുള്ള ഓക്കെ യൂട്യൂബിൻ്റെ ആയിട്ടുള്ള ആ 3 സെലക്ട് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇത് കണ്ട ഇതുപോലെ ഒരു പിക്ചർ കണ്ട നിങ്ങൾ ഇതിലേക്ക് വെച്ചാൽ മതി. ഓക്കെ, എല്ലാം കൂടിക്കലർന്ന ഒരു പിക്ചർ, ഇൻഡെക്സിൻ്റെ ആ ഒരു റോവും അതൊക്കെ കൂടിക്കലർന്ന, കാരണം ചില ടൈമിൽ ഇതുപോലെ വരത്തില്ല. അപ്പോൾ ഈ മേലെയുള്ള ഒരു ഐക്കൺ കണ്ട, ഈ ഒരു ഐക്കണൊക്കെ എനിക്ക് അത് വരും. ഓക്കെ, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എനിക്ക് വന്ന ഒരു പ്രശ്നമാണത്. ഇവിടെ ഇപ്പോൾ ഹോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്.
ഇനി ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. ഇവിടെ മെയിൻ ബ്രാഞ്ച് ആയിട്ട് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കൺഫേം കൊടുക്കുക. ഇനി കുറച്ച് ടൈം പ്രോസസ്സിങ് ആവും. ഓക്കെ, ഇവിടെ പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിലേക്ക് പോവുക. എന്നിട്ട് എടുത്തേക്ക് പോവുക, പേജസിലേക്ക് പോവുക. ഇവിടെ നോൺ എന്ന് പറയുന്നത് നണ്ണ്, പേജസിൻ്റെ അകത്ത് നണ്ണെന്ന് കൊടുത്തിട്ടുള്ള മെയിൻ എന്ന് കൊടുക്കുക. ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, നമുക്ക് ലിങ്ക് വരുന്നതായിട്ട് സ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് വരും. കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് എന്ത് വരും, ഈ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ ഇവിടെ കാണിക്കും. നിങ്ങൾ ആ വെബ് പേജിൻ്റെ അകത്ത് അങ്ങനെ എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആ ഒരു ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന ഈ ഒരു പരിപാടി, അതായത് ഇവിടെ എന്തോ ഡിക്ലറേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഏത് ബ്രൗസറിലാണോ ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രൗസറിനെ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ഇത് ചെയ്യണം, പ്രൊട്ടക്ഷൻ ഓഫ് ആക്കേണ്ട ഒരു പരിപാടി ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഇത് HTTPS അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോസസ് അല്ല പ്രോട്ടോകോൾ സർവീസ് സെക്യൂർ ആയിട്ടാണ് ഈ എസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ വെബ് പേജിൻ്റെയും HTTP ഉണ്ടാവും, ഈ ഒരു എസ് ഉണ്ടാവില്ല. ഓക്കെ, സെക്യൂർ ആക്കുന്നതിൻ്റെ പ്രോട്ടോകോളായിട്ട് ഭാഗമായിട്ടാണ് അതിപ്പോൾ പോയിട്ടുള്ളത്. ഓക്കെ, അത് കാണിക്കഴിഞ്ഞ് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ എൻ്റെ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇത് സെർച്ച് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക എന്ത്, ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഏതാണോ അതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ ഓഫ് ആക്കുകയാണ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യൂട്യൂബിലായാലും വീഡിയോസ് ഉണ്ടാവും, ചിലപ്പോൾ ഇതിലുണ്ടാവും. നമ്മളെ ഒരു ഇതില്ല, ChatGPT-യിലായാലും അതുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് ആക്കിയിട്ടുള്ള ഈ ഒരു ബ്രൗസറിലാണ്. ഓക്കെ, അതായത് ക്രോം ബ്രൗസറിനകത്ത് പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഓഫായിട്ടാണുള്ളത്. ജസ്റ്റ് ഞാനത് ഈ ലിങ്ക് ഇതിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബ്രൗസറിലേക്ക് ക്രോമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. ഓക്കെ, ഇതിലെ പ്രൊട്ടക്ഷൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വെബ് ഹോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതുവരെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഏതാണോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ്, ആ ഒരു വെബ്സൈറ്റിൻ്റെ ഐക്കൺ ഈ സൈഡിൽ വരും. ഓക്കെ, ഇപ്പം എൻ്റെ യൂട്യൂബും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിലീറ്റിങ്ങിൻ്റെ ഓപ്ഷൻ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് വരിക, സെറ്റിങ്സിലേക്ക് വരിക. എന്നിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക, ഡൗൺ സ്ക്രോൾ ഡൗൺ, ജസ്റ്റ് ഡേഞ്ചർ സോൺ. ഓക്കെ, ഈ ഡേഞ്ചർ സോണിൻ്റെ അകത്ത് യു സെലക്ട് ഡിലീറ്റ് ദിസ് റെസ്പോസിറ്ററി. ഓക്കെ, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, വിസിബിലിറ്റി ഓഫ് ആക്കാനും അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഓണർഷിപ്പ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഡിലീറ്റ് റെപ്പോസിറ്ററി. എന്നിട്ട് ഇവിടെ ഒരു കൺഫേം ചോദിക്കും, അതൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ ഈ ഒരു പരിപാടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ജസ്റ്റ് അതായത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്തിട്ടായാലും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അത് ചെയ്തിട്ട് അങ്ങ് വെച്ചെടുത്താൽ മതി. ജസ്റ്റ് ഞാനത് ഇവിടെ കോപ്പി ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ പാസ്വേഡും കൂടി ചെയ്യും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പരിപാടി. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പം തന്നെ വീണ്ടും ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മളോട് പിന്നെ ചോദിക്കില്ല. ജസ്റ്റ് ഞാനിവിടെ പാസ്വേഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സൈറ്റ് എൻ്റെ ഹോം പേജിൽ നിന്ന് പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ആ ഒരു പേരില്ലാതെ ഒരു സൈറ്റ് ഇപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ആ ഒരു വിധത്തിലാണ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ചാൻസ് ഉള്ള ഒരു ഡൗട്ടാണ്, എനിക്ക് വന്നിട്ടുള്ളൊരു ഡൗട്ടാണ്.
അതായത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് കിട്ടാൻ നമ്മൾ വീണ്ടും എന്നാ ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഫയൽ എടുക്കുക, ജസ്റ്റ് ഇവിടേക്ക് വരിക, എന്നിട്ട് നേരത്തെ വന്ന പേജസ് തന്നെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ടാവും ലിങ്ക്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ട PS അതുകൊണ്ട് പ്രൊട്ടക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ URL കോപ്പി ചെയ്തിട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആദ്യം മതി. ഇനി അഥവാ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നണ്ണായിരിക്കും ഉണ്ടാകുക, അല്ല നോണായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് മെയിനിലേക്ക് മാറ്റിയിട്ട് സേവ് ചെയ്ത് റീലോഡ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാലോ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ലിങ്ക് വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇത്രക്കും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ടുഡേ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്നു. ഓക്കെ, all of these topics are covered. Okay, so this video is I looking for beginning GitHub. അതായത് ഗിറ്റബിലേക്ക് ഒരു വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബിഗിനർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതായത് ബിഗിനർ ലെവൽ വീക്ക് 1 അപ്രോച്ച് ചെയ്യുന്ന പിള്ളേർക്കൊക്കെ യൂസ് ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ് ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ I will take care. Thank you for watching.